വീക്ക് ഹീറോ ക്ലാസ് 2. ഇതിനെ ക്ലാസ് 1 ഇന്ത്യൻ OTT-ലൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ കണ്ടതാണ്. ഇപ്പോൾ അത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ക്ലാസ് 2 നെറ്റ്ഫ്ലിക്സുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇറക്കിയിരിക്കുന്നത്. ഇത് അന്ന് നെറ്റ്ഫ്ലിക്സിലൊക്കെ വരുന്നതിന് മുന്നേ തന്നെ റാക്കൂട്ടൻ വിക്കിയിലും പിന്നെ അവരുടെ അവിടുത്തെ ഏതോ ചാനൽ ഇറങ്ങിയതാണ് കൊറിയനിലെ. അത് റാക്കൂട്ടൻ വിക്കിയിലുള്ള സമയത്ത് ഞാൻ കണ്ടതാണ്. അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ്. ഞാൻ റെക്കമെൻഡേഷനൊക്കെ പോസ്റ്റൊക്കെ കണ്ടതാണ്. ഈ ഒരു തീം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഇതിൽ കണ്ടതാണ്. കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അതിഭീകരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനമാണ്. 30 മിനിറ്റ് വെച്ചുള്ള 8 എപ്പിസോഡ്. ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്ന, ഒരു സ്ഥലത്തും ലാഗില്ലാത്ത, പക്ക ഫാസ്റ്റും പക്ക ഇമോഷണൽ കണക്ഷൻ. പ്രത്യേകിച്ച് ഫസ്റ്റ് സീസണിൽ ഇതിൽ നായകൻ്റെ കൂട്ടുകാരനോടൊക്കെ നമുക്ക് തോന്നുന്ന ഒരു കണക്ഷൻ ഭയങ്കരമാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ലാസ്റ്റൊക്കെ നമുക്ക് വിഷമവും വരും. ആ ഒരു ത്രസിപ്പിക്കുന്ന സാധനമൊക്കെ ഹെവി ആയിട്ട് ആ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. സീസൺ 2 കൊള്ളാം, ഡീസൻ്റ് ആണ്. ഭയങ്കര കുറ്റം പറയാനോ അത് കാണാതിരിക്കാനോ സീസൺ 3 വരരുതെന്ന് പ്രാർത്ഥിക്കാനുള്ളതില്ല. പക്ഷേ ഒരു വലിയ സെറ്റപ്പല്ല. ഇതിൽ പെർഫോമൻസ് കൊള്ളാം, അതുപോലെ തന്നെ വിഷ്വൽസ് കൊള്ളാം, മ്യൂസിക് ഇതിൽ എടുത്തു പറയേണ്ട നല്ലതാണ്. എല്ലാത്തിലും ഒരു ഫൈറ്റ് പൊളിച്ചു. പക്ഷേ ഇതിൽ ആ ഇമോഷണൽ കണക്ഷൻ മിസ്സിങ് ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റിൽ ആ ഇമോഷണൽ കണക്ഷൻ നാച്ചുറലായിട്ട് വന്നതാണ്. ഇതിൽ ഈ ഇമോഷണൽ കണക്ഷൻ ഇവർ കുത്തിക്കയറ്റി. ഫസ്റ്റിൽ അത് വന്നല്ലോ, അപ്പോൾ നമുക്ക് ഇതിലും കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവർ കുത്തിക്കയറ്റിയിട്ട് സംഭവിച്ചത് പോയത് എന്താണെന്ന് വെച്ചാൽ ഓവർ ഡ്രാമ, ഓവർ നന്മ. പ്രത്യേകിച്ച് നായകൻ്റെ ഒരു ഫ്രണ്ട് ബാക്കു എന്ന് പറഞ്ഞ്, അവനോട് നമുക്ക് ഭയങ്കര ഇത് തോന്നാൻ വേണ്ടിയിട്ട് ഇവർ കാണിച്ചിട്ട് നമുക്ക് അവനോട് ഇവൻ്റെ പരിപാടി ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു, ഇവൻ എന്ത് പൊട്ടത്തരായി കാണിക്കുന്നത്, ഇവൻ കാരണം ഈ പ്രശ്നം ഉണ്ടായത്, നമുക്ക് അവനോടൊരു കലിപ്പ് തോന്നൊരു ഇതിലായിപ്പോയി. പക്ഷേ അവൻ്റെ പെർഫോമൻസ് ഉണ്ട്, അവനൊരു വിധത്തിൽ നമ്മളെ പിടിച്ചിരുന്നുണ്ട്, അവനോടൊരു സിമ്പതി തോന്നിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് പ്രശ്നം, എഴുത്തിലെ പ്രശ്നമാണ്. ഇതിൽ 8 എപ്പിസോഡിൽ നമുക്ക് 8 എപ്പിസോഡും ബോറടിക്കാതെ കാണാം. പ്രത്യേകിച്ച് 1 ഇഷ്ടപ്പെട്ടവർക്ക് ഇത് ഉറപ്പായിട്ടും കാണാം. നമ്മൾക്കറിയാലോ സീരീസിൻ്റെ ഒരു ഗുണം, ഒരു സീസൺ നമുക്ക് ഇഷ്ടപ്പെട്ട അടുത്ത സീസൺ എത്ര മോശമാണെന്ന് നമ്മളിരുന്ന് തീർക്കും, നമുക്ക് ആ ക്യാരക്ടേഴ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ കാണും. ഇതിൽ പിന്നെ ഫസ്റ്റിലായിട്ട് ബന്ധപ്പെട്ട് നായകൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം പുതിയ ആൾക്കാരാണ്. പിന്നെ ഫ്ലാഷ് ബാക്കായിട്ട് മറ്റേ പഴയ ഇതിലെ ഇവരുടെ കൂടുതൽ നെഗറ്റീവ് പയ്യനെയും പിന്നെ മെയിൻ ഞാൻ ഈ പറഞ്ഞ അന്നത്തെ നായകൻ്റെ ഫ്രണ്ടിനെ ഒരു പോർഷനിലും കാണിക്കുന്നേ ഉള്ളൂ. ബാക്കി ഫുള്ള് നായകൻ മാത്രമേ ഉള്ളൂ. അവനെ കാണാൻ വേണ്ടി നമ്മളിത് കാണും. പക്ഷേ ഇതിൽ ആ ഒരു സാധനം ഇമോഷണൽ കണക്ഷൻ പോയാൽ പിന്നെ ഫൈറ്റ് കാണുമ്പോൾ നമുക്കൊരു മടുപ്പ് വരത്തില്ലേ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇതിനെ നിങ്ങൾ ഫസ്റ്റ് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കൂ. അത് ഒരു എന്തായാലും ഒരു ആവറേജ് ടു എബോവ് ആവറേജ് ഉണ്ട്. സീസൺ 3ക്ക് വേണ്ടി ഞാൻ എന്തായാലും വെയിറ്റിങ്ങാണ്. നായകനും ബാക്കുവും സീസൺ 1-ലെ ഇവൻ്റെ ഫ്രണ്ടും, അവൻ്റെ പേര് ഞാൻ മറന്നു പോയതാ, ഇവരെല്ലാവരും കൂടെ, പിന്നെ ഇതിൽ വേറെ 2 കിടിലൻ ക്യാരക്ടേഴ്സ് ഉണ്ട് ഫ്രണ്ട്സായിട്ട് ഇവരെല്ലാം കൂടെ വരട്ടെ, വന്ന് പൊളിക്കട്ടെ. പിന്നെ ഇതിൽ ആദ്യത്തെ എപ്പിസോഡുകളിലെ വില്ലനായിട്ട് വന്ന ആ പയ്യൻ അടിപൊളിയാണ്. പിന്നെ പറയാനാണെങ്കിൽ ഈ സാധനമാണ് ഇവിടെ ഇടിയൻ ചന്തു എന്നുള്ള പേരിൽ കാണിച്ച് കുളവാക്കിയത്. അതായത് അതിൻ്റെ കോപ്പിയൊന്നുമല്ല, അതേ കൺസെപ്റ്റാണ്. ഈ ലെവലിൽ കിഡിലിനാക്കി തിയേറ്ററിൽ ഹിറ്റടിക്കാൻ പറ്റിയൊരു സിനിമയായിരുന്നത്. അത് മറ്റേ ഡയറക്ടറുടെ കോമാളിത്തരവും പരിപാടിയൊക്കെ കൊണ്ട് അതിൻ്റെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. യാരടാ ഇങ്ക സന്തു.